ഫ്രണ്ട്സ്, ലോഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വാലിഡിറ്റി ഓഫ് ഹിന്ദു മാരേജ് ആണ്. അപ്പോൾ വാലിഡിറ്റി ഓഫ് ഹിന്ദു മാരേജിൽ ഫസ്റ്റ് വരുന്നത് സെറമണീസ് ഓഫ് ഹിന്ദു മാരേജ് ആണ്. സെക്ഷൻ 7 ഓഫ് HML ആണ് സെറമണീസ് ഓഫ് ഹിന്ദു മാരേജ് ഡിസ്കസ് ചെയ്യുന്നത്. A Hindu marriage may be solemnized in accordance with the customary rites and ceremonies of either party thereto. Such as the rites and ceremonies include Saptapadi, the marriage become complete and binding when the 7th step is taken. അതായത് അക്കോർഡിംഗ് ടു സെക്ഷൻ 7 പറയുകയാണെങ്കിൽ കസ്റ്റമറി ആയിട്ടുള്ള സെറമണീസ് നടന്നാൽ മാത്രമേ, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കസ്റ്റമറി സെറമണീസ് നടന്നാൽ മാത്രമേ മാരേജിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. ഈ കസ്റ്റമറി സെറമണീസിൽ മെയിനായിട്ട് സപ്തപതി നടക്കണം. സപ്തപതിയിൽ 7 സ്റ്റെപ്സും കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് നമ്മൾ മാരേജിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ബ്രൈഡ് ഗ്രൂം ഹിന്ദുവും ഇപ്പോൾ ബ്രൈഡ് സിഖും ആണെങ്കിൽ ഇവർ തമ്മിലുള്ള മാരേജ് വാലിഡ് ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ റിലീജിയസ് സെറമണീസ് എന്തായാലും നിർബന്ധമായിട്ടും നടന്നിട്ടുണ്ടാവണം. അത് ഒന്നിക്ക ബ്രൈഡിൻ്റെ ആവാം അല്ലെങ്കിൽ ഗ്രൂമിൻ്റെ ആവാം. ആരുടെയും ഒരാളുടെ റിലീജിയസ് സെറമണീസ് എന്തായാലും നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മാരേജിനെ വാലിഡായിട്ട് കൺസിഡർ ചെയ്യൂ. അപ്പം നമ്മൾ പറഞ്ഞു മാരേജ് വാലിഡ് ആവണമെങ്കിൽ റിലീജിയസ് സെറമണീസ് നിർബന്ധമായിട്ട് നടക്കണമെന്ന്. അപ്പോൾ ഏതൊക്കെയാണ് നെസസറി ആയിട്ടുള്ള റിലീജിയസ് സെറമണീസ് എന്ന് നോക്കാം. ഹിന്ദു മാരേജ് പ്രകാരം 2 സെറമണീസാണ് നമ്മൾ നെസസറി സെറമണീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വിവാഹ ഹോമമാണ്, രണ്ടാമത്തത് സപ്തപതി. വിവാഹ ഹോമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാക്രിഡ് ഫയറിന് നമ്മൾ ഹോമം ചെയ്യുക, അതിൻ്റെ ഒരു അഗ്നിക്ക് നമ്മൾ സാക്ഷിയായിട്ട് നമ്മൾ ഹോമം ചെയ്യുന്നതിനാണ് നമ്മൾ വിവാഹ ഹോമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സപ്തപതിയാണ്. സപ്തപതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രൈഡും ബ്രൈഡ് ഗ്രൂമും കൂടിയിട്ട് അഗ്നിസാക്ഷിയായിട്ട് 7 പ്രാവശ്യം വലം വയ്ക്കുക എന്നുള്ളതാണ് സപ്തപതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 7 സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ ഹിന്ദു മാരേജ് വാലിഡായിട്ട് കൺസിഡർ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ വിഡോസിൻ്റെ റീമാരേജിനും അതുപോലെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള കല്യാണങ്ങൾക്കും നമ്മൾ ഈ റിലീജിയസ് സെറമണീസ് നെസസറി ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൊരു കേസ് നോക്കുകയാണെങ്കിൽ വാരപ്പോ വേഴ്സസ് എസ് മിഹായേലാണ്, 1933 കേസാണ്. ഈ കേസിൽ എന്താ പറഞ്ഞതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അഗ്നിസാക്ഷിയായിട്ട് നമ്മൾ പറഞ്ഞു 7 സ്റ്റെപ്സ് വലം വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 7th സ്റ്റെപ്സ് കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് മാരേജിനെ റിവോക്ക് ചെയ്യാം, അല്ലെങ്കിൽ ആ 7th സ്റ്റെപ്പ് അവിടെ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ മാരേജിനെ ഇൻകംപ്ലീറ്റ് മാരേജ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക എന്നുള്ളതാണ് വാരപ്പോ വേഴ്സസ് എസ് മിഹായേൽ എന്ന് പറഞ്ഞ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി മറ്റൊരു കേസ് നോക്കുകയാണെങ്കിൽ ജോയിത സാഹ വേഴ്സസ് രാജേഷ് കുമാർ പാണ്ഡെയാണ്, 2000 കേസാണ്. ഈ കേസിൽ എന്താ പറയുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സപ്തപതി, കന്യാദാന പോലുള്ള ചടങ്ങുകൾ നടന്നില്ലെങ്കിലും നമുക്ക് മാരേജിനെ വോയിഡായിട്ട് കൺസിഡർ ചെയ്യാമെന്നാണ്. അപ്പോൾ ഈ മാരേജ് വോയിഡ് അബ് ഇനീഷ്യോ ആയിരിക്കും എന്നാണ് ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നെ വരുന്നൊരു കേസ് റീ പൊന്നുസ്വാമി കേസാണ്, 1915 വന്ന കേസാണ് റീ പൊന്നുസ്വാമി കേസ്. ഈ കേസിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ടെമ്പിളിൽ ഒരു വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നാണ് താലി ചാർത്തുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ റിലീജിയസ് സെറമണീസ് നടത്തുന്നെങ്കിൽ അവിടെ ഒരു പ്രീസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് അമ്പലത്തിൽ വിഗ്രഹത്തിൻ്റെ മുന്നിൽ നിന്നാണ് നമ്മൾ താലി ചാർത്തുന്നതെങ്കിൽ അവിടെ ഒരു പ്രീസ്റ്റിൻ്റെ ആവശ്യമില്ല എന്നാണ് റീ പൊന്നുസ്വാമി കേസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത എസെൻഷ്യൽ ഓഫ് വാലിഡ് ഹിന്ദു മാരേജ് വരുന്നത് രജിസ്ട്രേഷൻ ഓഫ് ഹിന്ദു മാരേജ് ആണ്. സെക്ഷൻ 8 ഓഫ് HML ആണ് രജിസ്ട്രേഷൻ ഓഫ് ഹിന്ദു മാരേജ് പറയുന്നത്. അതിന് മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താണ് രജിസ്ട്രേഷൻ ഓഫ് ഹിന്ദു മാരേജ്? സെക്ഷൻ 8 ഓഫ് ഹിന്ദു മാരേജ് പ്രകാരം നമുക്ക് നമ്മുടെ മാരേജിനെ ഗവൺമെൻറ് ഓഫീസുകളിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇത് രജിസ്ട്രേഷൻ ഓഫീസിൽ നമുക്ക് മാരേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതായത് നമുക്കൊരു ലീഗൽ പ്രൊസീഡിങ്സിന് നമ്മുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വാലിഡിറ്റിക്കായിട്ട് മാരേജ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇതൊരു കമ്പൽസറി എലമെൻ്റ് ആയിട്ട് എവിടെയും ഹിന്ദു മാരേജിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ സീമ വേഴ്സസ് അശ്വന്തി കുമാർ എന്ന് പറയുന്ന കേസിൽ ലീഗൽ പ്രൊസീഡിങ്ങിൻ്റെ ഒരു ആവശ്യം വന്നപ്പം സുപ്രീം കോടതി അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞൊരു വാക്കാണ് എസെൻഷ്യൽസ് ഓഫ് എ കമ്പൽസറി രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ മാരേജിനെ കമ്പൽസറി ആയിട്ടും രജിസ്റ്റർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു, മാൻഡേറ്ററി രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട്. അതായത് മാരേജ് നിർബന്ധമായിട്ടും രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോർട്ടിൻ്റെ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് വാലിഡിറ്റി ഓഫ് ഹിന്ദു മാരേജ് ആണ്.
സെക്ഷൻ 7 and 8 ഓഫ് HMA വാലിഡിറ്റി ഓഫ് ഹിന്ദു മാരേജ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ സെക്ഷൻ 7 സോളംനൈസേഷൻ ഓഫ് ഹിന്ദു മാരേജും സെക്ഷൻ 8 രജിസ്ട്രേഷൻ ഓഫ് ഹിന്ദു മാരേജുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ താങ്ക് യു.